ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഏറെ പൈപ്പ് ക്ലീനേഴ്സാണ് കേട്ടോ. അത് വെച്ചിട്ടൊരു സുന്ദര ഡെസ്ക് ഡെക്കോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അത്രയും ഈസിയാണ്. പൈപ്പ് ക്ലീനേഴ്സ് മാത്രം മതി. ആദ്യം ഈ കാണുന്ന പോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഏതെങ്കിലും പേനയിലോ പെൻസിലിലോ ഒക്കെ ചുറ്റി കൊടുക്കാം. ഞാൻ 2 എണ്ണമാണ് കേട്ടോ ഈ ചുറ്റണേ, എന്നാലേ കറക്റ്റ് വിരിവിനുള്ള പൂവ് കിട്ടൂ. അത് കഴിഞ്ഞ് ഒരു പച്ച പൈപ്പ് ക്ലീനർ എടുത്ത് നമുക്കിതിൻ്റെ നടുക്കൂടെ എടുത്ത് അപ്പുറത്തെടുക്കാമേ. എന്നിട്ട് ഞാൻ ചെയ്ത പോലെ മറ്റേ അറ്റം ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ അകത്തൂടെ ഇട്ട് പകുതിക്ക് വെച്ച് വെളിയിലെടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഈ 2 അറ്റം കൂടെ ഒന്ന് പിടിച്ച് 2 വശത്തോട്ടും വലിച്ചെടുത്ത് നമുക്കിതൊരു പൂവ് പോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ലോക്കാക്കാമേ. ഇനി നമുക്കൊരു 4 കുനുപ്പ് കൂടി വളച്ച് ലോക്കാക്കി എടുക്കാനുണ്ടേ. അതിനായിട്ട് ആ കുഞ്ഞ് അറ്റം ഉണ്ടല്ലോ, അതൊന്നെടുത്ത് ഈ കാണുന്ന പോലെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് തിരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ 3 എണ്ണം കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ടേ. ഈ പൈപ്പ് ക്ലീനേഴ്സ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാട്ടോ. ഞാൻ മേടിച്ചപ്പോൾ 100 എണ്ണത്തിന് 94 രൂപയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 104 രൂപയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലൊരു കടയിൽ ചോദിച്ചപ്പോഴേ ഒന്നിന് 4 രൂപ പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമല്ലേ. ഓരോ കളേഴ്സും 10 എണ്ണം വെച്ചിട്ടുണ്ടെന്നേ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാമേ. അങ്ങനെ നമ്മുടെ കുനുപ്പെല്ലാം സെറ്റാക്കി ആ തണ്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തണ്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ റാപ്പ് ചെയ്യാനുള്ള സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പച്ച പേപ്പർ എടുത്തിട്ട് കട്ടാക്കി അതിന്മേൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചാട്ടോ റാപ്പാക്കി എടുക്കണേ. ഗ്ലൂ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി സ്കിപ്പാക്കാവുന്ന ഒരു സ്റ്റെപ്പാണേ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ സാധനം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പകുതി സമയം മതി. ഇപ്പം ഞാൻ ചുമ്മാ ഒരു വഴിക്ക് പോവല്ലേ എന്ന് വെച്ചിട്ട് തണ്ടിന് മൊത്തം ഒന്ന് ചുറ്റി കൊടുക്കുവാന്നേ. ചുറ്റി താഴെ വരുമ്പോഴും അവിടെയും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കണേ. അവിടെയും നമുക്ക് ഗ്ലൂ തന്നെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ബാക്കി പേപ്പർ കട്ടാക്കി കളയുകയും ചെയ്യാം. എന്നിട്ട് ആ പൂവൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ നമ്മുടെ സൂപ്പർ ഈസി പൂവ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ? അങ്ങനെ ഞാനൊരു 4 പൂവാട്ടോ സെറ്റാക്കി എടുക്കുന്നത്. ഒരു ആർഭാടത്തിന് എല്ലാം ഞാനൊന്ന് റാപ്പ് ചെയ്തു എടുക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ. അതിൻ്റെ കാര്യം പിടിയിട്ട് പെട്ടെന്നാണോ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ച് മുട്ടുണ്ടാക്കിയെടുക്കണം. ആദ്യം ഓറഞ്ച് കളറും പിന്നെ പച്ച കളറുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇവിടെ ഞാൻ ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് 3ആയിട്ട് കട്ടാക്കിയാണ് ഒരു മുട്ട് ചെയ്ത്. ഒരു കട്ട് പീസ് എടുത്ത് പകുതിക്ക് വെച്ചൊന്ന് തിരിച്ച് ചുറ്റിയെടുക്കണം. കാര്യം കഴിഞ്ഞു. അതിൻ്റെയും തണ്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചയും 3 ഓറഞ്ചും. ഇനി ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ വയ്ക്കാനായിട്ട് 2 ഇലയാണ് കേട്ടോ. ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് 2ആയിട്ട് മടക്കി ലോക്കാക്കി പിന്നെയും തിരിച്ച് മടക്കി ആദ്യത്തെ ആ വി ഷേപ്പിലൂടെ അകത്ത് കയറ്റി ഒന്ന് ലോക്കാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലൊന്ന് പിച്ചിയും നുള്ളിയും സെറ്റാക്കി എടുക്കണം. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഈ 2 ഇലയും 5 മുട്ടും 4 പൂവും എല്ലാം കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്ത് ഒരു കുഞ്ഞു പോട്ടിലേക്ക് ഇറക്കി കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ഡെസ്ക് ഡെക്കോർ കം ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മറിയം ബോഡി ലോഷൻ്റെ അടപ്പാണേ. പിന്നെ ചാനലൊക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. നിങ്ങൾക്കായിട്ട് ഒരുപാട് സർപ്രൈസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും എനിക്ക് അത്രയും സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഡെസ്ക് ഡെക്കോർ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. ഇത്രയും വരെ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ടാറ്റാ.